രണ്ട് സമസ്തി ഒന്നാവുകയാണ്. അപ്പം അതിൻ്റെ അടുത്ത് ഏകദേശം അടുത്ത് നിൽക്കുകയാണെന്ന് സെയ്ദ് ഖലീൽ തങ്ങൾ പറഞ്ഞു. അതൊരു പൊതുമണ്ഡലത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം രണ്ടും ഒന്നിച്ച് അല്ലെങ്കിൽ രണ്ടും വലിയ അകലില്ല എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ അറിയോ? ഇവിടെ ലീഗിന് ഭരണമില്ലാത്തതുകൊണ്ടാ. ഇപ്പം ലീഗ് മിണ്ടാതെ നിൽക്കണില്ലേ? ഇപ്പോൾ ഈ AP ഉസ്താദ് ഈ സംഘടന രൂപീകരിച്ച് ഈ കാലം എത്രയായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്ന സമയത്ത് AP ഉസ്താദിനെ തെറി വിളിക്കാത്ത ഒരേ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞിട്ട് AP ഉസ്താദിനെ തെറി വിളിക്കാത്തത് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? 10 കൊല്ലമായിട്ട് ഭരണമില്ലാത്തതുകൊണ്ടുള്ള നിരാശ കൊണ്ട് വിളിക്കാമെന്നാ. ഇവിടെ മണ്ണാർക്കാട് കാട്ടിക്കൂട്ടി നമ്മൾ കണ്ടിട്ടില്ലായിരുന്നോ? ഇവിടെ ഓരോ തെരുവുകളിലും AP ഉസ്താദിൻ്റെ കോലുണ്ടാക്കിയിട്ട് കെട്ടി തൂക്കിയിട്ടില്ലേനോ? അപ്പോൾ അത് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞതാണെന്ന്, കഴിയാത്തതാണ്, അതാണ് ഇതാണെന്നല്ല. അപ്പോൾ ലീഗ് ഇപ്പം മിണ്ടാതെ നിൽക്കണോണ്ടാണ് എന്താവണത്, ഒരു പ്രശ്നമില്ലാതാവണത്. ഈ ലീഗ് മിണ്ടാതെ നിൽക്കാൻ കാരണം എന്താണ്? ലീഗിന് ഭരണമില്ലാത്തതുകൊണ്ടാണ്. ഈ 10 കൊല്ലമായിട്ട് ഏതെങ്കിലും മദ്രസയിൽ, ഏതെങ്കിലും പള്ളിയിൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതെന്താ? അപ്പോൾ ഈ ലീഗിൻ്റെ വാലിൻ്റെ അമ്മിൻ്റെ ചുവട്ടിലാണ് ഇവരെ വാല്. അതുകൊണ്ട് ഇവർക്ക് ആ വാല് പിടിച്ച് പോകാൻ കഴിയില്ല. പിന്നെ ലീഗിനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ വഹാബികളാണ്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ആ വഹാബികളെ സലാം ചെല്ലാതെയും ആ വഹാബികളായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാതെയും ലീഗിനും സമസ്തക്കും പോകാൻ കഴിയില്ല. അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഒന്നിക്കുന്ന സാഹചര്യം ഉണ്ടാവൂല എന്ന് നേരത്തെ ഒരു കാലത്തും നടക്കൂല എന്ന് പറഞ്ഞത് നിരുത്സാഹപ്പെടുത്തല്ല. നമ്മൾ ഇന്ന് 89 മുതൽ ഇന്ന് ഈ 2026 വരെ കണ്ടതാണ്. കാരണം അവർ തെറി വിളിക്കാത്ത ഒരൊറ്റ ഇലക്ഷനെ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഈ പഞ്ചായത്ത് ഇലക്ഷനാ. അതിൽ മാത്രം. അതെന്തിനാ നിങ്ങൾ മിണ്ടാതിരിക്കണേ? ഇതൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പൊട്ടിക്കാനുള്ളതാണ്. അടുത്തതും കൂടി അവർക്ക് കിട്ടാതിരുന്നാൽ അവരേകദേശം 10 മടക്കും. അപ്പം ചിലപ്പം 2 സമസ്തിയും ഒരു യോജിപ്പിലെത്തും. അപ്പം അത് ലീഗ് ക്ഷയിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഒരു മിണ്ടാതിരിക്കുന്ന ഈ 10 കൊല്ലം ഭരണമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും അപ്പകഷ്ണം വായിലായി കിട്ടുമോ എന്നുള്ളത് നോക്കാൻ. അത് കിട്ടിയിട്ട് ഈ 10 കൊല്ലത്തത് പലിശ അടക്കം തിരിച്ച് ലീഗ് പ്രയോഗിക്കും. ആ ലീഗിൻ്റെ കൂട്ടാളികളും പ്രയോഗിക്കും. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമ്മളെത്രയോ കണ്ടതല്ലേ. നമ്മൾ ഇന്ന് നന്നാവും, നാളെ നന്നാവും. എവിടെ നന്നാവണത്? ഇവർ ആ കോലത്തിൽ തന്നെ അത് പോകാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, എന്തിനാ ചെങ്ങന്മാർ 5 വക്ത് നിസ്കരിക്കണം? നിങ്ങൾ തമ്മിൽ തല്ലിന് ആർക്ക് വേണ്ടിയിട്ടാ? ഇവിടെ സ്വന്തം പിറന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. SRI മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത കാലം, പൗരത്വം എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത കാലം. മൂരിയാണോ പോത്താണോ എരുമ? തമ്മിൽ തല്ല് നിർത്തി ചങ്ങന്മാരെ. ആർക്ക് വേണ്ടി ഞങ്ങൾ തമ്മിൽ തല്ലിന്? എല്ലാവരും നിസ്കരിക്കാൻ 5 വക്ത് തന്നെയാണ്. ചിലർ നെഞ്ഞത്ത് കൈയ്യണം, ചിലർ വയറ്റമ്മ കൈയ്യണം, ചിലർ തലി കൈയ്യടി നിലവിളിക്കണ്, ചിലർ സലാം പറയണം, ചിലർ മൊലി തോന്നണം, ചിലർ ഓതണില്ല. എങ്ങനെ നിങ്ങൾക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ലേ? ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലേ. വേറെ വല്ല പണിക്ക് നടത്തണ എങ്ങനെ നിങ്ങൾക്ക്? ഇവിടെ നമ്മളെ കുട്ടികൾക്ക് ഭാവിയിൽ പിറന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ അടിയന്തര മൂല്യം അധികവും വാബിയും സുന്നിമാരെ തല്ലണ്. വേറെ പണിയൊന്നും എങ്ങനെ വരെ? വൃത്തിയായിട്ട സംസ്കാരം എവിടുന്ന് കിട്ടിയ സംസ്കാരം? ഇസ്ലാമിൻ്റെ മക്കൾക്ക് അല്ലാഹു ഒന്നുള്ളൂ, റസൂലുള്ളാഹി ഖുർആൻ ഒന്നേ ഉള്ളൂ. ഇത് വിശ്വസിച്ച് നമ്മൾ എന്തിനാണ് തമ്മിൽ തല്ലണ്? ആർക്ക് വേണ്ടിയിട്ട്? ആദ്യം മുസൽമാനായി ജീവിക്കാൻ നോക്കി. തമ്മിൽ തല്ലൊക്കെ നിർത്തി. ആ കാലഘട്ടം കഴിഞ്ഞിരിക്കണ്. സ്വന്തം പിറന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ അസ്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുക. അപ്പോഴും തല്ലിയ തമ്മിൽ വിവരമില്ലാത്ത കൗമ് തന്നെ. എവിടുന്ന് അങ്ങനെ കണ്ണും തിരുമ്പി വരും? ഇതൊക്കെ പൊന്നാര ചങ്ങാതിയെ, എനക്ക് ഭരണം ഇല്ലാത്തുമ്പോഴാണല്ലോ ഈ പിന്നെ SIR CLR ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഇതേ പല ബില്ലും ഇതേപോലെ പാർലമെന്റിൽ ഇങ്ങനെ പാസ്സാക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ട് പ്ലേറ്റും കയറി പോന്ന്. അതേപോലെ പിന്നെ അമ്മായിമാന്റെ എളാപ്പാന്റെ മൂത്തച്ഛന്റെ മൂത്താപ്പാന്റെ ഇളയമാന്റെ മരുവോളെ മുടിയളീച്ചലിനും പോയി. എന്നിട്ട് ഇപ്പൊ വന്ന് ഇങ്ങനെ നെഞ്ഞത്തടിച്ചിന്. പോയി പണിയൊക്കും ചെങ്ങ. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ നേതാക്കന്മാർക്കൊക്കെ നല്ലത് പാർലമെന്റിക്ക് പോണിയിലേറെ നല്ലത് ബാർബർ ഷോപ്പ് നടക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബേജാറുണ്ടല്ലേ?
ഇതൊക്കെ അവിടെ സംഗതി ആക്കുമ്പോ ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ കടന്നുകാണ്ട് ഇങ്ങനെ സംഘപരിവാർ അങ്ങോട്ട്, സംഘപരിവാർ ഫാസിസ്റ്റ് ഇങ്ങോട്ട് എന്ന് പറയും. നിങ്ങളെ കുഞ്ഞാലിക്കുട്ടി ഇവിടുന്ന് എന്ത് പറഞ്ഞാ ചങ്ങാതി മൊയ്തീനെ ഇവിടുന്ന് എന്ത് പറഞ്ഞിട്ടേ മലപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ഡൽഹിക്ക് കുഞ്ഞാലിക്കുട്ടി പോയത് എന്തിനാ? ഈ നമ്മളെ കേരളത്തിലും മലപ്പുറം ജില്ലയിലും നമ്മളെ പാണക്കാടിന്റെ പരിസരത്തും കുറ്റിപ്പുറത്തും തവനൂരും എന്തില്ല ഫാസിസം ഉള്ളത് എവിടെയാണ്? നരേന്ദ്രമോദിന്റെ നാട്ടിലാ, ഡൽഹിയിലാണ്. അപ്പൊ ഇനി നരേന്ദ്രമോദിനെ താഴത്തേക്ക് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടേ നമ്മൾ വരുള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തോഫീക്കുണ്ട് നമുക്ക് പിന്നെ കാണാം, അല്ലെങ്കിൽ മയസറിന്ന് കാണാന്ന് പറഞ്ഞ പോയ കുഞ്ഞാലിക്കുട്ടിയല്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മ വന്നീന്നില്ല? പോയിക്കാനാണ് ചങ്ങായിമാർ. ഭരണം ഇല്ലാത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ കുത്തി കുഴിച്ച് കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ ആലോചിച്ചത്. ഭരണം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് സമുദായവും ഇല്ല, പണ്ഡിതന്മാരും ഇല്ല, മൂല്യന്മാരും ഇല്ല, ആരും ഇല്ല. അപ്പൊ ഒരിട്ട് ചവിട്ടെഴുതല മനസ്സിലായില്ല. എന്നിട്ട് ഇപ്പൊ ഇജ്ജ് വന്നിക്കണ് ആരെ പറ്റി പറയുന്നത്? എങ്ങായി പോയങ്ങായി അവിടുന്ന് ഇതിന് മറുപടി പറയണത് SIR പറ്റി മറുപടി പറയുമ്പോ കൂതറെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞതില് ഞാൻ പറഞ്ഞത് നമ്മൾ നിലനിൽപ്പിനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ടൈമിലാണ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം ഞാൻ പറഞ്ഞത്. ഞാൻ തമ്മിൽ കുറയ്ക്കുന്നത് നല്ലതല്ലെന്നല്ല പറഞ്ഞത്. വെറുതെ വർത്തമാനം പറയണ്ട. കമ്മ്യൂണിസ്റ്റർ ജൂദാസോളത് കയറി കൂടിയാണ് വലിയ വർത്തമാനം പറയാ. സമസ്തന്റെ പേരും പറഞ്ഞിട്ട് ഭരണമാണോ SIR, ഭരണമാണോ സമസ്ത, ഭരണമാണോ മുജാഹിദ്, ഭരണമാണോ ജമാഅത്തെ ഇസ്ലാമി, ഭരണമാണോ AP വിഭാഗം? അക്കിത്തരം പറയുന്നത് ഇവിടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുക കാലഘട്ടത്തിൽ പേപ്പ എന്നറിയാം പാട്ടുകളെ വരെ ചിലക്കുക എന്നിരുന്നിട്ട് ഇതിന്റെ മുന്നേ ഇവിടെ പല ഇതേപോലെ സമുദായത്തിനും നമ്മളെ ഇന്ത്യ രാജ്യത്തിനും മുസ്ലിമീങ്ങൾക്കൊക്കെ ഭീഷണി വരുന്ന പല ബില്ലും പാർലമെന്റിൽ അവിടെ പാസ്സാക്കിയപ്പോ എന്റെ ഈ കുഞ്ഞാലിക്കുട്ടി എവിടെയെങ്കിലും ആ ചോദ്യത്തിന് ഇജ്ജ് മറുപടി പറയുന്നത്. അതേപോലെ നമ്മളെ കർണാടകത്തിൽ ഫുൾ ടൗസ് കൊണ്ട് നിരത്തിയ മാതിരി ഉത്തരേന്ത്യയിൽ കൂടെ ഒക്കെ നിരത്തുമ്പോൾ എവിടെയെന്നും നിങ്ങളെ നേതാക്കന്മാരൊക്കെ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? മാന്യമായ ചോദ്യമല്ലേ ഞങ്ങൾ പറയുന്നത്, ചോദിക്കുന്നത്. ഈ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതേപോലെ കർഷകർ അവിടെ അതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയപ്പോൾ എവിടെ ഇരുന്നു ആ ചോദ്യത്തിന് ഇങ്ങോട്ട് മറുപടി പറയുന്നത്? ഇതിനൊന്നും താങ്കളുടെ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും ഇതിന് മറുപടി പറയാൻ പറ്റൂല. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ സമുദായത്തിനെ സ്നേഹിക്കുന്നത്? ഇവിടെ വന്നിട്ട് നിങ്ങൾ പിന്നെ വോട്ടർ പട്ടിക മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞാൽ ഇങ്ങളെ ചാട്ട എവിടുക്കാന്നുള്ളതൊക്കെ കേരളത്തിലെ മനുഷ്യന്മാർക്ക് തിരിഞ്ഞിക്കണെന്ന് മനസ്സിലായി. ആ ബോളൊന്നും പിന്നെ ഇനി വില പോകൂല. അത് മനസ്സിലാക്കിക്കോളി നിങ്ങൾ. ഒരുപാട് ബില്ലുകൾ, മുത്തലാഖിന്റെ ബില്ല്, അതേപോലെ വേറെ ഒരുപാട് ബില്ല് വന്നപ്പോഴൊന്നും ഇതൊന്നും സമുദായത്തിനെ ബാധിക്കണ വിഷയമല്ല. ഇതൊന്നും ഇന്ത്യ രാജ്യത്ത് നടന്ന പരിപാടിയല്ല. ചെങ്ങായിമാരെ, ഇതിറ്റങ്ങൾക്കൊക്കെ ന്യായീകരിച്ചണ ഞങ്ങൾ എന്താ വിളിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. നിലനിൽപ്പ് ഇവിടെ ഒരു മഹലൂക്കിനും പേടിക്കൂല. അതായത് നിങ്ങൾക്ക് ആ പേടി ഉണ്ടെങ്കിൽ പേടിയുള്ളവർ ഇപ്പൊ എന്ന് മുതലാ പേടി തുടങ്ങി എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇവിടെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ധാരണ എന്നു മുതൽ നിങ്ങളെ കയ്യിൽ ഭരണം കിട്ടി കഴിഞ്ഞാൽ ഇവിടെ SIR കുന്തില്ല, കുടച്ചക്കുറില്ല, ഒരു എങ്ങിയില്ല. മൂരിയാളെ കയ്യിൽ ഭരണമില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു അനുകമ്പ കാണിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ അന്നം നിന്നുള്ളവരാണ്, പുല്ലും വൈക്കോലും നിന്നുള്ളവരല്ലേ. ഒരു കാലത്ത് ഇവിടെ മയ്യത്ത് കൊണ്ടുപോയി കത്തിച്ചവരാണേ. അതൊക്കെ ചെയ്തവർക്ക് ഇപ്പൊ ബോധം വന്നാലോ സൂര്യോദയം ഉണ്ടായ അതൊ ചോദ്യമാണേ. നിങ്ങൾ ചെയ്തു കൂട്ടിയതാണേ, പറഞ്ഞുകൊണ്ടേയിരിക്കും. നിലനിൽപ്പും ഇങ്ങനെ പല വിഷയങ്ങളും പല ബില്ലുകളും രാജ്യസഭ ലോകസഭ കടന്നു വന്നപ്പോ ഇവിടുന്ന് MP-മാര് MP-മാരൊക്കെ പറഞ്ഞിരുന്നു കല്യാണം കൂടാനും പ്ലെയിനിന് ടിക്കറ്റ് കിട്ടാതെയൊക്കെ പോയ സമയത്തൊന്നും ഇല്ലാത്ത ഒരു വേജാറ് ഇപ്പൊ ഈ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാപട്യാണ്. ഇതൊക്കെ മുൻകാലത്ത് പറഞ്ഞ സമയത്തൊന്നും ഇല്ലാത്ത സുന്നികൾ ഐക്യപ്പെടേണ്ട വിഷയം വന്നപ്പോ മുസ്ലിം ലീഗ് നമ്മളെ താഴെ ക്ലിപ്പിടെ കാണടോ താനെ, എന്നിട്ട് ചിലക്കാൻ നിക്ക്. പാപ്പാനോട് പറയണം മറുപടി. ചേറ്റേ സമസ്തന്റെ പേര് പറഞ്ഞിട്ട് ചേട്ടൻ പറയണം മാറി പോടാ വെച്ചിട്ട് പോടാ പുല്ലേ. കണ്ടില്ലേ, ഇതാണ് ഇവിടെ ഇപ്പൊ സമാധാനത്തിന്റെ ഉള്ളൊരു പ്രാവായത്. എന്റെ ആ കാപട്ടി ഇവിടെ നടക്കണില്ല. എന്റെ വാപ്പാട് പറയണ്ട്, ഞാൻ പറഞ്ഞു എന്റെ വാപ്പാനും മനെ അവിടെ കുടുംബത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പറയിപ്പിക്കാനുള്ള ഒരു അവസരം എന്റെ അടുത്ത് വന്നിട്ട് എടുക്കണ്ട. നല്ലൊരു മഹ്ലൂക്കായി വന്നവനാണ് ഇപ്പൊ വാപ്പാക്കും ഉമ്മാക്കും പറയണത്. ഞാൻ എന്റെ വാപ്പാക്കും ഉമ്മാക്കൊന്നും പറഞ്ഞിട്ടില്ലടാ.
അപ്പൊ ഇതന്നെ നിങ്ങൾ അമ്മ തെറ്റി നിങ്ങളെ കജിന് ഭരണം കിട്ടിയ ഇതന്നെ വാപ്പാക്കും മോയനലി തങ്ങളെ പച്ചക്ക് മൈര എന്ന് പറഞ്ഞ കൂട്ടരാടോ ജിഫ്രി തങ്ങളെ ഇയ്യന്നോടോ കള്ള നായിന്റെ മോനെ ജൂദാസാന്ന് വിളിച്ചത്. അല്ലാണ്ട് ഞങ്ങളാരും അല്ല. തന്റെ വാപ്പനെ പറഞ്ഞിട്ട് ഇജ്ജ് പറയിപ്പിച്ചതാ, ഞാൻ പറഞ്ഞല്ലട്ടാ. ഞാൻ പറഞ്ഞതല്ല, ഇജ്ജ് പറയിപ്പിച്ചതാണ്. എന്റെ വള്ളയെ കജ്ജിട്ട് ഞാൻ പറഞ്ഞു നായിന്റെ മോനെ എന്ന് പറഞ്ഞാൽ എന്താണ്? വാപ്പ നായി ഇജ്ജ് അതിന്റെ മോന്. മനസ്സിലായില്ലേ? അയച്ച് പറയിപ്പിച്ചതാ. ഇജ്ജ് ചോദിച്ചെന്നെ വാങ്ങിച്ചതാണ്.